ജനനായകനായി തിളങ്ങി നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇന്ന് 54-ാം പിറന്നാളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയെയും മുന്നണിയെയും ഒറ്റയ്ക്ക് ചുമലിലേറ്റി നടന്ന് വിജയകിരീടം ചൂടിയ രാഹുലിന് ഇന്ന് മധുരമുള്ള ജന്മദിനമാണ്. പരിഹസിച്ചവരെ കൊണ്ട് കൈയടിപ്പിച്ചാണ് രാഹുൽ ഗാന്ധി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മാൻ ഓഫ് ദ മാച്ച് ആയത്. ഭരണം പിടിക്കാനായില്ലെങ്കിലും പതിറ്റാണ്ടിന് ശേഷം കരുത്തുള്ള പ്രതിപക്ഷത്തെ ലോക്സഭയിലേക്ക് എത്തിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ രാജീവ് ഗാന്ധി. രാഹുൽ ഗാന്ധി ഒരു പ്രതീകമാണ്. വീണുപോയ മനുഷ്യർക്ക് ഉയർത്തെഴുന്നേൽക്കാനും മുന്നോട്ട് മുന്നേറാനും കരുത്ത് പകരുന്ന പ്രതീകം. രാഹുലിനോളം പരിഹസിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ ചരിത്രത്തിലുണ്ടായിട്ടില്ല. 2004-ലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശം. അമൂൽ ബേബി എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികളെന്ന് കൽപ്പിച്ചു നൽകിയ ഇരട്ടപ്പേര്. പിന്നീടത് കാഡ്ബറി ചോക്ലേറ്റിന്റെ പരസ്യത്തിലൂടെ ജനകീയമായ പപ്പുമോൻ എന്ന പുതിയ പരിഹാസത്തിലേക്ക് പടർന്നു കയറി. കണക്ക് പുസ്തകത്തിൽ തോൽവിയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഘട്ടത്തിലേക്ക് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം കൂപ്പുകുത്തിയതോടെ നേതൃവൈഭവമില്ലാത്തവനെന്ന് അകത്തുനിന്നും പഴികേട്ടു. പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ബന്ധം അറ്റുപോയതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ പക്ഷേ ക്ഷമയോടെ കാത്തുനിന്നു. സ്ഥാനമാനങ്ങൾക്കായി മറുകണ്ഠം ചാടുന്നവരുടെ എണ്ണം പെരുകുമ്പോഴും ദീർഘകാല ചികിത്സയെന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ചൂടും തണുപ്പും മഴയും മഞ്ഞും അനുഭവിച്ച ഗ്രാമനഗരങ്ങളിലൂടെ നടന്നയാൾ പുതിയ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തി. പകർന്നു പടർന്ന വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുടങ്ങുമെന്ന് രാജ്യത്തിന് പ്രതീക്ഷ നൽകി. राजनीतिक तरीका दिखाया है. हमारी कोशिश है कि हम एक और तरीका जो हिंदुस्तान का तरीका है, मोहब्बत का तरीका है, वो हम देश को दिखाएं. हम देश को याद दिलाएं कि हिंदुस्तान मोहब्बत का देश है, इज्जत का देश है, भाईचारे का देश. കോൺഗ്രസ് എന്നാൽ രാഹുലായ കാലമാണിത്. മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ഹൃദയത്തിലാണ് ഇന്ന് രാഹുലിന്റെ ഇടം. 54 വയസ്സെന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവത്വമാണ് എന്നതുകൂടിയുണ്ട്. ഉദിച്ചുയർന്ന സൂര്യൻ ഉയരങ്ങൾ കീഴടക്കട്ടെ. രാഹുൽ ഗാന്ധിക്ക് റിപ്പോർട്ടറിന്റെ ജന്മദിനാശംസകൾ.